ഇവർ പറഞ്ഞ IFFKയിൽ മായ എന്താ പറയുന്നത് ഇതിൽ മെമ്പറും കൂടിയല്ലേ, മെമ്പർ എന്ന് ആ മെമ്പറല്ല, അവർ കമ്മിറ്റിയിലുണ്ടാണല്ലോ. കമ്മിറ്റിയിലുണ്ടായിട്ട് കമ്മിറ്റിക്ക് എന്നെ കമ്മിറ്റിയിലുണ്ടെന്നേ ഉള്ളൂ. പക്ഷെ കമ്മിറ്റിക്ക് വേണ്ടി ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. കാരണം എന്നെ ഒരു ഇതിലും അവർ ഇൻക്ലൂഡിങ് എന്നെ എന്നല്ല, ഞങ്ങളെ കുറേ പേര് ഇൻക്ലൂഡിങ് ചെയ്യിപ്പിക്കുന്നില്ല. കാരണം ഞാൻ ഒരു പാർട്ടിയുടെയും വക്താവല്ല. ഞാൻ കോൺഗ്രസിൻ്റെ അല്ല, CPM-ൻ്റെ അല്ല, BJP-യുടെ അല്ല. അപ്പം ആര് നല്ലതാണെങ്കിലും നല്ലത് പറയാൻ ഞാൻ ആദ്യം, ഇപ്പം EK നയനാർ സാർ നല്ലതാണെങ്കിൽ നല്ലതെന്ന് ഞാൻ പറഞ്ഞത്, ഉമ്മൻചാണ്ടി ആയാലും പറയും, ആരായാലും നമ്മൾ പറയാറുണ്ട്. പക്ഷെ അതുകൊണ്ട് ഒരു പാർട്ടിയുടെ ആളല്ലാത്തതുകൊണ്ട് ഇത്രയും നാളും ഫിലിം ഫെസ്റ്റിവൽ വരാത്ത പലവരെയും ഇവർ കമ്മിറ്റിയിൽ എടുത്തിട്ടുണ്ട്. അവരുടെ കമ്മിറ്റിയിൽ ഓടി നടക്കാനുണ്ട്. അതെന്താണെന്ന് മനസ്സിലാവുന്നില്ല. അപ്പം ഞാൻ പറഞ്ഞത് ഇപ്രാവശ്യം ഒരു ഓളവും ഇല്ല. 30ാമത്തെ IFFK ആണ്. ഒരു നല്ല സിനിമയാണ്. ഞാൻ പലരും മനസ്സിൽ അടക്കി വെക്കുന്നത് ഞാൻ പുറത്തു പറഞ്ഞു. രാജാവ് നഗ്നനാണെങ്കിലും ആരെങ്കിലും ഒരാൾ പറയണം രാജാവ് നഗ്നനാണെന്ന്, എന്നാലേ രാജാവിന് വിളിച്ചു ഉദിക്കുള്ളൂ. അപ്പോൾ ഇത് ഞാൻ പറയുന്നതിൽ എന്ത് മിസ്റ്റേക്കാണുള്ളത്? കാരണം ഇത് നമ്മൾ കാണുക എന്ത് ഓളമുണ്ട്, എന്ത് വൈബുണ്ട്. എത്ര പേരാണ് സിനിമ കാണാൻ അകത്ത് കയറുന്നത്? AC-ക്കകത്തിരുന്ന് ഉച്ചയ്ക്ക് ഉറങ്ങാൻ വേണ്ടിയാണ് പലരും കയറിയിരിക്കുന്നത്. എത്ര നല്ല സിനിമകളുണ്ട്. 2015 വരെ ഇപ്പോൾ പ്രിയൻ സർ ചെയർമാനായിരുന്ന സമയത്ത് ഉമ്മൻചാണ്ടി സർക്കാരായിരുന്നു ഉണ്ടായിരുന്നത്. പ്രിയൻ സർ ഒരിക്കൽ കോൺഗ്രസ് അല്ലായിരുന്നു. സുരേഷ് കുമാർ ഒരിക്കൽ കോൺഗ്രസ് അല്ല. പക്ഷെ അവിടെ കോൺഗ്രസും CPM-ഉം BJP എല്ലാം കൂടി ചേർന്നാണ്. കാരണം ഒരു രാഷ്ട്രീയത്തിൻ്റെ കീഴിൽ ഒരിക്കലും ഒരു സിനിമയെ കൊണ്ടുവരുമ്പോഴാണ് ഇവിടെ നമുക്ക് സംസാരിക്കാൻ പറ്റാതാവുന്നത്. കാരണം ഒരു നല്ല സിനിമകൾ പോലും ഇപ്രാവശ്യമില്ല. ഞങ്ങൾ മുമ്പൊക്കെ, കാരണം ഞാൻ ഇപ്പോഴല്ല IFFK കാണുന്നത്. IFFK കാണാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി. കാരണം ഇപ്പം ഇവിടെ എത്ര ആമ്പിള്ളരും പെമ്പിള്ളരും വരുന്നത്, അവർ വരുന്ന സിനിമ കാണാനല്ല. ഇപ്പോൾ കുറച്ച് മുമ്പ് എൻ്റെ അടുത്ത് പറഞ്ഞതേ ഉള്ളൂ, ഞങ്ങൾ എൻ്റെ അടുത്ത് വരുന്ന സിനിമ കാണാൻ ഒന്നുമല്ല, ഫ്രണ്ട്സായിട്ട് ചുറ്റിക്ക് നടക്കാൻ, പുതിയ ഫ്രണ്ട്സുകളെ ഉണ്ടാക്കാനാണ്. ഓക്കെ, ആയിക്കോട്ടെ. അപ്പോൾ അതാണ് IFFK അല്ല. ഫിലിം കാർണിവൽ അല്ല, ഫിലിം ഫെസ്റ്റിവൽ പോലെ കാണണം. നമ്മുടെയൊക്കെ ലൈഫ് ചെറുതാണ്. ഞാൻ അതിനൊന്നും ഒരിക്കലും ഞാൻ കുറ്റപ്പെടുത്തില്ല. നമുക്ക് എല്ലാവരും അടിച്ചു പൊളിക്കട്ടെ.